എത്ര പറഞ്ഞാലും മതി വരാത്തത്, വീണ്ടും വീണ്ടും പറയാൻ തോന്നുന്നത്, അങ്ങനെ ഒരു അനുഭവം തന്നെയാണ് പുലിക്കളി. കഴിഞ്ഞ 2-3 തവണ വന്നപ്പോഴും ഇന്ന് ഈ ശാന്തമായ തൃശ്ശൂരിൽ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ വൈകുന്നേരം ഉണ്ടായ ആ ഒരു ഓണമൊക്കെ ഇനിയും അനുഭവിക്കാൻ തോന്നിക്കൊണ്ടേയിരിക്കുന്നതാണ്. എത്ര പറഞ്ഞാലും വീണ്ടും വീണ്ടും പുതിയ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇന്ന് ഞാനും ഷിനോജും ഒരു ടേപ്പൊക്കെ എടുത്ത് പുലികളെ അളക്കാൻ ഇറങ്ങിയാണ്. അപ്പോഴാണ് മന്ത്രി മുന്നിൽ വന്നു വിടുന്നത്. യാതൊരു മടിയും കൂടാതെ മന്ത്രി നമ്മളോട് സംസാരിച്ചു. തൃശ്ശൂരിൽ ഓരോ പുലികളും ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയൊരു സന്തോഷമുണ്ട്. എങ്ങനെയാണ് ജിനോജ് ആദ്യത്തെ പുലിക്കളിൻ്റെ ആ ഒരു അനുഭവം? അല്ല, പുലികൾ റിപ്പോർട്ടിങ്ങിന് വരുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ പുലികൾ നേരത്തെ തന്നെ കാണാൻ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മന്ത്രി അവിടെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഉള്ളിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് നേരത്തെ ഈ മത്സരിക്കാനെത്തുന്ന പുലികളെ നമ്മൾ അളന്നിട്ടുണ്ടെങ്കിലും വയറൊക്കെ അളന്നിട്ടുണ്ടെങ്കിലും മന്ത്രിയുടെ വയറ് ഒന്ന് അളക്കണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ മന്ത്രി അളക്കാൻ ശ്രമം നടത്തുന്നു. പക്ഷേ അത് നടന്നു. മന്ത്രി നിന്നു. ഒപ്പം മേയർ ഉണ്ടായിരുന്നു. മേയറെ അളക്കാൻ കഴിയും. എന്തായാലും വളരെ രസകരമായി തന്നെ നിങ്ങൾ പോയി. ഇതൊരു ഉത്സവത്തിൻ്റെ ഭാഗമാണ്. ആ ഉത്സവത്തിനൊപ്പം മന്ത്രിമാരും ഒക്കെ തന്നെ ഇടന്നു ചേർന്നത്. ഹിമയുടെ ആദ്യത്തെ പുലികളിയാണോ? അല്ല, എൻ്റെ രണ്ടാമത്തേണ്. കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ഇത്തവണ കുറേ വെറൈറ്റി പുലികളെ നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ്. വാലുള്ള പുലികളെ ശരിക്കും കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു ചേട്ടനോട് സംസാരിച്ചപ്പോൾ അതിൽ ഏറ്റവും ഹോണ്ട് ചെയ്ത കാര്യം, നിങ്ങളെല്ലാവരും ഈ ഒരാളും ആരോ ഒക്കെ കഴിഞ്ഞ് ഇവിടുന്ന് പോകും, പിന്നെ നമ്മൾ ഇതിരുന്ന് തുടയ്ക്കുന്ന സമയമാണെന്ന്. ഇപ്പോൾ ശരിക്കും അത് അവർ മായ്ച്ച് കളയുന്ന ഒരു സമയമാണ്. മണ്ണെണ്ണ ഉപയോഗിച്ച് ഇനാമൽ പെയിൻ്റാണ്. അത് പോകാനുള്ള കഷ്ടപ്പാട് ചില്ലറയൊന്നുമല്ല. അപ്പോൾ അവർ വലിയ ആവേശത്തിൽ ആ നഗരത്തിൽ ഇറങ്ങി. ഇനിയിപ്പോൾ ആ ഒരു ആവേശം നമ്മളൊക്കെ കെട്ടടങ്ങി ഇങ്ങനെ പോകുമ്പോൾ അവരിപ്പോഴും ആ ഒരു പെയിൻറ്റ് കളഞ്ഞ് അവിടെ ആ ഒരു ടീമിൻ്റെ കൂടെ അങ്ങനെ ഇരിക്കുക തന്നെയായിരിക്കും. അപ്പോൾ പുലിക്കളി കണ്ടു, മനസ്സ് നിറഞ്ഞു. ഇനി മടക്കമാണ്. അതെ, മടക്കം ഒരു തിരിച്ചുവരവിനായുള്ള ഒരു മടക്കം തന്നെയാണ്. ഇനിയും വന്നേ പറ്റുള്ളൂ അല്ലേ? ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പ് അടുത്ത പുലികളിക്കും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ടീം മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ.